ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ഓഫീസിന് പിന്നിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒളിച്ചിരുന്ന് ഒച്ച വച്ചിരുന്ന ഈ കൊച്ചു സൈറൺ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ താരമായി മാറി. ഇനിയും കഥ അറിയാത്തവർക്കായി കഥ ഇതുവരെ. റംസാൻ നോമ്പുതുറ സമയം പൊതുജനത്തെ അറിയിക്കുവാൻ റംസാൻ ദിനങ്ങളിൽ നോമ്പുതുറ സമയമായ വൈകുന്നേരം 6:39 സൈറൺ മുഴക്കണമെന്ന് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സെക്രട്ടറി ശ്രീ സജി LS പുറപ്പെടുവിച്ച ഈ ഉത്തരവാണ് കഥയിൽ വഴിത്തിരിവായിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളെ ഒരു മതവിഭാഗത്തെ പ്രീതിപ്പെടുത്തുവാൻ ഇവിടെ ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്ന ആക്ഷേപം പല കോണുകളിൽ നിന്നും ഉയരുന്ന പശ്ചാത്തലത്തിൽ ഈ സൈബർ മുഴക്കത്തിന്റെ ആഴങ്ങൾ അന്വേഷിക്കുകയാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഇന്നത്തെ അധ്യായം. റംസാൻ വ്രതാനുഷ്ഠാന കാലങ്ങളിൽ നോമ്പുതുറ സമയമാകുമ്പോൾ വൈകുന്നേരം സൈറൺ മുഴക്കണമെന്ന ആവശ്യവുമായി പുത്തൂർ പള്ളി മുസ്ലിം ജമാഅത്തിന്റെ കത്ത് മാർച്ച് 23 മുനിസിപ്പൽ സെക്രട്ടറിക്ക് ലഭിച്ച ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഉത്തരവ് ഇറങ്ങുകയും അന്ന് വൈകുന്നേരം തന്നെ ഉത്തരവ് നടപ്പിലാക്കുകയും പ്രസ്തുത ദൌത്യ നിർവഹണത്തിലേക്ക് ശ്രീ ബിജു, ശ്രീ സോൺ സുന്ദർ എന്നിവരെ നിയോഗിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി മിന്നൽ വേഗത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ട് മാതൃകയായി. ഈ വിഷയത്തിൽ മുനിസിപ്പാലിറ്റി പ്രകടിപ്പിച്ച ചടുലതയും ശുഷ്കാന്തിയും കാര്യനിർവഹണ ശേഷിയും ആരും കാണാതെ പോകരുത്. മുനിസിപ്പൽ അതിർത്തിക്കുള്ളിൽ വസിക്കുന്നവരിൽ 48% ഹൈന്ദവരും 34% ക്രൈസ്തവരും 17% മുസ്ലിങ്ങളും ആണുള്ളത്. എന്തായാലും ഈ ഉത്തരവ് വിവാദമായതിനെ തുടർന്ന് മാർച്ച് 26 ഞായർ മുതൽ ഈ സൈറൺ പ്രസ്തുത സമയത്ത് സൈലന്റ് മോഡിലാണ്. ഈ വിഷയത്തിൽ ചില സ്ഥലവാസികളോട് അന്വേഷിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ. ഇവിടുത്തെ ഈ സൈറൺ നോമ്പുതുറയുടെ സമയത്തിന്റെ തന്നെ അടിക്കുന്ന പതിവുണ്ടായിരുന്നു. അല്ലേ? ഇന്ന് അടിച്ചില്ലല്ലോ. ഇന്നത്തെ അറിയത്തില്ല. നോയമ്പ് തുറന്ന അന്ന് തൊട്ട് ഇന്നലെ വരെ അടിക്കുന്നുണ്ടായിരുന്നു. കൂട്ടം അടിക്കും. അവിടെ ബാങ്ക് വിളിക്കുമ്പോ ഇവിടെ അടിക്കും. ഇവിടെ അടിക്കുമ്പോ ബാങ്ക് വിളിക്കും. അതാണ് സംഭവം. ഇപ്പം ബാങ്ക് വിളിക്കുമ്പോൾ അതേ സമയത്ത് തന്നെയാണ് ഇവിടെ സൈറൺ അടിക്കുന്നത്. അത് ഈ നോമ്പുതുറയോടനുബന്ധിച്ച് തുടങ്ങിയൊരു പതിവാണ്. അതെ. ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ക്രിസ്തീയ സംഘടനയായ കാസ മാർച്ച് 27 അഡ്വക്കേറ്റ് സി രാജേന്ദ്രൻ മുഖേന ഹൈക്കോടതിയിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഒരു പബ്ലിക് സർവന്റ് ഇത്തരം കീഴ്വഴക്കങ്ങൾക്ക് വിധേയപ്പെടുന്നത് നിയമവിരുദ്ധമാണ് എന്നും IPC 166, 167, 120B, 153A, 295A തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇതെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പ്രസ്തുത വിവാദം ഏതോ സംഖ്യകളുടെയും ക്രിസംഖ്യകളുടെയും സങ്കുചിത മനസ്സിന്റെ സൃഷ്ടിയാണ് എന്നും മുനിസിപ്പൽ സൈറൺ നോമ്പുതുറ സമയത്ത് ഊതാതിരുന്നാൽ സ്വന്തമായി സൈറൺ സ്ഥാപിക്കാനും മടിയില്ല എന്നും ചില കോണുകളിൽ നിന്ന് ഭീഷണി ഉയരുന്നത് വിഷയം കലുഷിതമാക്കുന്നു. ഇത് കേൾക്കുമ്പോൾ കിടന്നു പിടയ്ക്കുന്ന കാസായും അതുപോലെയുള്ള ക്രിസംഗീവാദികൾക്കുമൊക്കെ ഒരുപക്ഷെ ഈ സൈറൻ വലിയ അരോചകമാവുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും അഹിതമുണ്ടെങ്കിൽ ഇനി മതേതരത്വം വള്ളി പൊട്ടി താഴേക്ക് വീണു പോകുമെന്നുണ്ടെങ്കിൽ അത് അടിക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് എവരെ പേടിച്ച് പരമ്പരാഗതമായി തുടരുന്ന ഒരു പ്രക്രിയ തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവിടെ ജയിച്ചിട്ടുള്ള കൗൺസിലർമാർക്കും കൗൺസിലിനും തീരുമാനമെടുക്കാവുന്നതാണ്. ആ തീരുമാനമാണ് ഉചിതമാവുക, ഊതിയാലും നിർത്തിയാലും. ഇനി അത് മാത്രവുമല്ല, സൈറൻ അനിവാര്യമാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാനോ വാങ്ങിവെക്കാനോ എല്ലാ അർത്ഥത്തിലും കഴിവും താല്പര്യവും വിശ്വാസവുമുള്ള മുസ്ലിം സമുദായത്തിലെ മനുഷ്യരുണ്ട്. റംസാൻ നോമ്പ് ദിനങ്ങളിൽ അമുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച് നോമ്പിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നും ഉപദേശമായും ഭീഷണിയായും സ്വരങ്ങൾ ഉയരുന്നുണ്ട്. പറ്റൂല. നോമ്പിന്റെ പകൽ സമയത്ത് ഭക്ഷണം ഈ ഹോട്ടലുകൾ അതുപോലെ തന്നെ പകൽ സമയത്തുള്ള ചായക്കടകൾ ഇതൊന്നും പറ്റൂല. അതിൽ പകൽ സമയത്ത് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചറാണ്. അവിടെ മുസ്ലിം അമുസ്ലിം എന്നൊന്നും കണക്കില്ല. ആർക്കായാലും അത് പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. മുസ്ലിമീങ്ങളല്ലല്ലോ എന്ന് വിചാരിച്ചാൽ അതും പറ്റൂല. നമ്മളിലും അപ്പോൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. കോഴിക്കോട് നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. റമദാൻ കാലത്ത് കടകൾ നിർബന്ധമായും അടച്ചിടണമെന്ന് ഒരു സംഘം ആളുകൾ ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് അവിടുത്തെ ഒരു കച്ചവടക്കാർ ഉന്നയിക്കുന്ന പരാതി. കോഴിക്കോട് ബീച്ചിലെ മുഖദാർ ബീച്ചിലെ കച്ചവടക്കാരാണ് ഇത്തരമൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നത്. റമദാൻ കാലത്ത് കടകൾ തുറക്കുകയാണെങ്കിൽ അടിച്ചു പൊളിക്കുമെന്നാണ് ഈ ആളുകൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. കടക്കാരെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നിൽ മതമൗലികവാദികളാണെന്നാണ് ആരോപണം. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പേരിലാണ് മതവും സദാചാരവും ഒക്കെ കൊണ്ടുവന്ന് ചിലർ പാവങ്ങളുടെ നെഞ്ചത്തടിക്കുന്നത്. ഇത്തരം ഫത്വകൾക്കെതിരെ മതപണ്ഡിതന്മാർ തന്നെ മുന്നിട്ടിറങ്ങി പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്.
എന്തായാലും ഈ റംസാൻ സ്പെഷ്യൽ സൈറൺ ചില ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഇതൊരു കീഴ്വഴക്കമായി സ്വീകരിച്ച് നോമ്പുതുറ സമയം അറിയിച്ചുകൊണ്ട് കേരളത്തിലുള്ള മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരം ഉത്തരവ് ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് മതേതര കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഉയർത്തുന്ന വികാരം എന്തായിരിക്കും? രണ്ട്, മറ്റു മതസ്ഥർക്കും സ്വന്തം മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അറിയിക്കുവാൻ സൈറൺ മുഴക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ അത് നാനാജാതി മതസ്ഥർ ഒന്നിച്ചു വസിക്കുന്ന കൊച്ചു കേരളത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? റംസാൻ നോമ്പുകാലത്ത് ചിലയിടങ്ങളിലെങ്കിലും ആരും കടകൾ തുറക്കാൻ പാടില്ല എന്നും നോമ്പുതുറയോടനുബന്ധിച്ച് അന്തരീക്ഷത്തിൽ സർക്കാർ സൈറൺ മുഴക്കണമെന്ന് ആവശ്യപ്പെടുന്നതും കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ കലുഷിതമാക്കും എന്ന തിരിച്ചറിവ് ഏവർക്കും ഉണ്ടാകട്ടെ. നന്ദി.